ഇന്ന് അയ്യപ്പൻ്റെ മുമ്പിൽ കളിക്കാൻ പോയിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ഈ അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് ഏതെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെയും ബോർഡ് പ്രസിഡന്റിന്റെയും രാജി അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് UDF വലിയ പ്രക്ഷോഭത്തിലാണ്. ഇതിന്റെ ഭാഗമായി KPCC ആഹ്വാനം ചെയ്ത 4 മേഖലാ ജാഥകളിൽ 3 എണ്ണത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം മേഖലയിലെ ജാഥ നയിക്കുന്നത് UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് MP ആണ്. അദ്ദേഹം രാവിലെ മോർണിംഗ് ഷോയിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ അന്വേഷണം വളരെ കൃത്യമായി നടക്കട്ടെ, വിലങ്ങണിഞ്ഞോ അണിയാതെയോ ആരൊക്കെ ജയിലിൽ പോകുമെന്ന് കാത്തിരുന്ന് കാണാമെന്നാണ്. സർക്കാരിനെ സംബന്ധിച്ച് ഒരു ആശങ്കയില്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങനെ ആശങ്കയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അത് മുഖ്യമന്ത്രിക്ക് അത് പറയുകയല്ലാതെ വേറെ വഴിയില്ല. ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഇപ്പോൾ ഈശ്വരവിശ്വാസികൾ നൽകിയിട്ടുള്ള സ്വർണമാണ് സത്യത്തിൽ ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നത്. ആ കവർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആരാണെങ്കിലും ഇപ്പോൾ 9.5 വർഷമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ 9.5 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമെന്നുള്ള നിലയിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ശബരിമലയിൽ നടന്നിട്ടുള്ള തീവട്ടിക്കൊള്ളയാണ്. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കൊള്ളയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് ന്യായീകരിക്കേണ്ടതായിട്ട് വരും. കാര്യം അദ്ദേഹം ഈശ്വര വിശ്വാസി അല്ല എങ്കിലും അവിടെ തകർക്കുവാൻ വേണ്ടി ശ്രമം നടത്തിയ ആചാര അനുഷ്ഠാനങ്ങളെ എല്ലാം തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ തീരുമാനമെടുത്ത ഏക മുഖ്യമന്ത്രി ആണ് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അദ്ദേഹം എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2018 സുപ്രീം കോടതിയുടെ വിധിയുണ്ടായി. ആ വിധി വന്നപ്പോൾ ജെൻഡർ ഇക്വാളിറ്റി പറഞ്ഞ് സുപ്രീം കോടതിയുടെ വിധി വന്ന അവസരത്തിൽ അത് നടപ്പാക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആളാണ് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ അത് നടപ്പാക്കുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടെയാണ് അവരെ ഒരു പ്രച്ഛന്ന വേഷത്തിലാണ് അവിടെ കൊണ്ടുവന്ന്. അതൊക്കെ തെറ്റായിപ്പോയി എന്ന് തോന്നിയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുകയും ഭൂരിപക്ഷ സമുദായത്തിന് ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തുകയൊക്കെ ചെയ്യുന്നത്. അല്ല, അത് തന്നെ പറഞ്ഞു വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുശേഷം 2019 അതൊന്നും മറക്കാൻ പാടില്ല, അതുകൂടെ ജനങ്ങൾ അറിയണം. 2019 ജനുവരി മാസം 1-ാം തീയതി അവിടെ മറ്റൊരു സംഭവം ഉണ്ടായി. അവിടെ അല്ല, കേരളത്തിലൊരു സംഭവം ഉണ്ടായി. എന്ന് വെച്ചാൽ ഇവിടെ ഒരു വനിതാ മതിൽ തീർത്തു. ആ വനിതാ മതിൽ തീർത്ത് നേതൃത്വം കൊടുത്തത് CPM ആണ്. CPM നേതൃത്വം കൊടുത്ത വനിതാ മതിൽ അതെന്തിനു വേണ്ടിയാണ്? ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അത് കൊണ്ടുവന്നെത്തിക്കുവാനും അവരുടെ എല്ലാവരുടെയും സ്ത്രീകളുടെ എല്ലാവരുടെയും പിൻബലം ഇതിന് ഉണ്ട് എന്ന് വരുത്തുവാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത്. അതെല്ലാം തകർന്നില്ലേ? ഇപ്പോൾ 9.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു പുതിയ പൂതിയിളക്കം ഉണ്ടായിരിക്കുന്നു. ആ പുതിയ പൂതിയിളക്കം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ഞങ്ങളൊക്കെ പറയും ശ്രീ MP ഗോവിന്ദൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം ഇടയ്ക്ക് ഏതോ ഒരു പയ്യന്നൂരിലൊക്കെ മാധവ പൊതുവാളിനെ കാണാൻ പോയി. അദ്ദേഹത്തിന് നിർദ്ദേശമായിരിക്കാം എന്ന് ഞങ്ങളൊക്കെ പറയും. എന്ന് വെച്ചാൽ അദ്ദേഹം അതിനുശേഷമാണല്ലോ ഇതൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത്. തീരുമാനം എന്ന് പറയുന്നത് ഇവിടെ അയ്യപ്പ സംഗമം നടക്കണം, ആ അയ്യപ്പ സംഗമത്തിൽ ആളുകളെ എല്ലാവരെയും വിളിക്കണം. മുഖ്യമന്ത്രി വന്ന് അവിടെ ഒരിക്കലും കേൾക്കാത്ത തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നിങ്ങളൊക്കെ ശ്രവിച്ചു കാണും എന്ന് ഞാൻ കരുതുകയാണ്. തത്വമസിയെക്കുറിച്ച് അദ്ദേഹം വാചാലനായി പറഞ്ഞു എങ്കിലും അതിനകത്ത് എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് അയ്യപ്പൻ്റെ മുമ്പിൽ കളിക്കാൻ പോയിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെൻറ് ഏതെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ UDF 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ
അന്ന് ആചാരാനുഷ്ഠാനങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ പാടില്ല എന്നും അനുസൃതമായി ഞങ്ങൾ തീരുമാനമെടുത്തവരാണ്. ആ തീരുമാനം ഞങ്ങൾ എടുത്ത് സുപ്രീം കോടതിയിൽ കേസ് നടക്കുന്ന സമയത്ത് ഞങ്ങളത് ഫയൽ ചെയ്തു. അത് ഫയൽ ചെയ്തു എന്ന് പറയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ പാടില്ല. അത് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. അതിനുശേഷം 2016 ഇവർ വീണ്ടും അധികാരത്തിൽ വരുന്ന സമയത്താണ് വീണ്ടും ഇതൊക്കെ മാറ്റിമറിച്ച് ഈ UDF ഗവൺമെൻറ് എടുത്തത് അട്ടിമറിച്ചുകൊണ്ടാണ് 2016 വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത്. ഇതൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എന്ന് വെച്ചാൽ ഭക്തജനങ്ങളോടുള്ള ഒരു നിഷേധാത്മകമായ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അയ്യപ്പ കോപമാണോ പുതിയ സംഭവങ്ങൾക്ക്? അതിനകത്ത് സംശയം വല്ലതുണ്ട്. അയ്യപ്പ കോപം തന്നെയാണ് അതിന് പിന്നിലുള്ളത്. അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം കഴിയുന്തോറും മാധ്യമങ്ങൾ എടുത്ത് വായിച്ചു നോക്കിയാൽ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കഥകളല്ലേ വരുന്നത്. കഥകളല്ല, ഞെട്ടിക്കുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ അതൊക്കെ കാണണ്ടേ? ഈ അയ്യപ്പ കോപം അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF ഗുണമാവോ? തീർച്ചയായിട്ടും അതിന് ഗുണം ചെയ്യും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾ അതുകൊണ്ട് ആ ഗുണം ചെയ്യുക എന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങൾ ഇന്ന് KPCC നേതൃത്വത്തിൽ 4 മേഖലാ ജാഥകൾ നടക്കുന്നുണ്ട്. അത് കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്നു, പാലക്കാട് നിന്ന് ആരംഭിക്കുന്നു, മൂവാറ്റുപുഴയിൽ നിന്ന് ആരംഭിക്കുന്നു. തെക്കൻ ജില്ലകളുടെ ചുമതല തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളുടെ ചുമതലകൾ UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്നെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളതിന് നേതൃത്വം കൊടുക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ വിശ്വാസികളുടെ മുമ്പിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ വിശ്വാസികളുടെ മുമ്പിലേക്ക് പോകുന്നു. ആ വിശ്വാസികളുടെ മുമ്പിലേക്ക് പോകുന്ന അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും തുറന്നു പറയും. അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് ജനങ്ങൾ അറിയണം, വിശ്വാസികൾ അറിയണം.